എൻ്റെ അമ്മേ ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. യോ വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അൻസാരി. പിന്നെ എന്തുകൊണ്ട് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മള് കുറച്ച് ദിവസമായി ഒന്ന് നേരിട്ട് കണ്ടിട്ട്. കാര്യം എന്ന് വെച്ചാൽ എന്താണ്, വീട്ടിൽ ഇരിക്കുമ്പോഴാണ് സാധാരണ എവിടെയെങ്കിലും കോളേജിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാൻ ടൈമില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കുറെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കോവളം പോയ വീഡിയോയും അങ്ങനെ കുറെ ട്രാവൽ വ്ളോഗും കാര്യങ്ങളും എൻ്റെ കിടപ്പുണ്ട്. പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. ഫുഡും അടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കും, വേറെ ഒരു പരിപാടിയും ഇല്ല. അപ്പം നമുക്കിപ്പം മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം. അപ്പം എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു, ഒരു കുക്കിംഗ് വീഡിയോ ഇന്ന് അങ്ങ് ചെയ്താലോ. പക്ഷെ അത് വെറൈറ്റി ആയിരിക്കണം. ആരും ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തൊരു വെറൈറ്റി സംഭവം ഞാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് ചിക്കൻ വെച്ചിട്ടുള്ളൊരു ഡിഷാണ്. മെക്സിക്കോ ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈ. അപ്പം നമ്മളെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് നമുക്ക് പാക്കഡ് ആയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ആ ബ്രസ്റ്റ് പീസ് നമ്മളെ മെക്സിക്കൻ മസാല, മെക്സിക്കയിലെ അവരൊരു കോണ്ടിനെൻ്റൽ ആയിട്ടുള്ള ഒരു മസാലയാണ്. നമ്മളെ ബീഫിനകത്തും ചിക്കനകത്തും ഒക്കെ യൂസ് ചെയ്യുന്ന മെക്സിക്കൻ സ്റ്റൈൽ മസാല യൂസ് ചെയ്ത് നമ്മളെ ചിക്കൻ ഒന്ന് പാൻ ഫ്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് വീഡിയോ ഫുള്ള് കണ്ടാൽ മനസ്സിലാവും. ഒരു രസകരമായിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും ഇരുന്ന് കാണുക. അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളൊക്കെ വേണമെന്ന് നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗായ്സ്, നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, അപ്പം കുറച്ച് ക്യാബേജ് സ്ലൈസ് ചെയ്തത് വേണം. പിന്നെ നമുക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ്, പുതിനയില, പിന്നെ കുറച്ച് സവാള കട്ട് ചെയ്തെടുത്തിട്ട് അതൊരു ഹാഫ് പീസ് മതി. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രീൻ ചില്ലി, കുറച്ച് പച്ചമുളക് സ്ലൈസ് ചെയ്തെടുത്തത്, പിന്നെ അത്യാവശ്യം കറിവേപ്പില അങ്ങനെ ഇടാറില്ല, എന്നാലും കുറച്ച് കറിവേപ്പിലയും ഒരു മണത്തിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, നമുക്ക് കുറച്ച് മണത്തിന് വേണ്ടി കുറച്ച് ജീരകവും എടുക്കാം. പിന്നെ അത്യാവശ്യം കുറച്ച് തൈര്. അത് നമുക്ക് മസാലയ്ക്ക് ചെറിയൊരു പുളിപ്പും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയാണ് തൈര് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളെ പെപ്പർ പൗഡർ, നമ്മളെ കുരുമുളക് പൊടിച്ചത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്, ആപ്പിൾ സിഡർ വിനെഗർ. അത് കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്, മനസ്സിലായി? നമുക്ക് ഇച്ചിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നമ്മൾ സലാഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഉപയോഗിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, ഇല്ലേ സാധാ വിനാഗിരി ഇച്ചിരി ഒഴിച്ചാലും മതി. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമാണ് നമ്മുടെ നമ്മളെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഞാനിത് പൊട്ടിച്ച് വെള്ളത്തിലിട്ടിരുന്നതായിരുന്നു, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ്, ഇങ്ങനെ നമുക്ക് പാക്കഡ് ആയിട്ട് കിട്ടുന്ന സാധനമാണ് നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്. ഇതാണ് നമ്മൾ മെക്സിക്കൻ ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനുണ്ടല്ലോ ടപ്പേന്ന് പോയി നമ്മുടെ ഇതെല്ലാം കൂടെ നമ്മളിപ്പോൾ എടുത്ത ഐറ്റംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ പോയി ടപ്പേന്ന് പോയി ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് മസാലയൊക്കെ റെഡി ആയിക്കൊണ്ട് വരാം. അപ്പം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. Few minutes later, a little longer than a few minutes later. നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആണെങ്കിൽ കറക്റ്റ് ബ്രസ്റ്റ് പീസ് നമ്മളാണെങ്കിൽ പാരലായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ചെറുതൊന്നും ആക്കിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ്, അല്ലാതെ വലിയ ചെറുതാക്കിയൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പാരലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയും കൂടെ തേക്കണം. അത് നമ്മൾ ഇൻഗ്രീഡിയൻസ് നിങ്ങളെ കാണിച്ചതാണല്ലോ, അതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനകത്ത് സോട്ട് ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു ഹാഫ് അവർ നമുക്ക് റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നമുക്ക് നമ്മുടെ മസാലയിലിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയ്ക്ക് ഇങ്ങനെ ഒരു പച്ച കളറാണ്. അല്ല, നമ്മൾ ഇതിനകത്ത് ഈ മെക്സിക്കൻ മസാലക്കകത്ത് അവർ എങ്ങനെയാണ്
നമ്മളെ ചില്ലി പൗഡറൊന്നും ചേർക്കാറില്ല, മുളക് പൊടിയൊന്നും അവർ ഉപയോഗിക്കാറില്ല. അവരുടെ എല്ലാത്തിനും അത് എന്താണ് ഒരു കോണ്ടിനെൻ്റൽ ഡിഷ് ആകുമ്പോൾ ഈ ഒരു ഗ്രീനിഷ് കളറായിരിക്കും മസാലയ്ക്കെല്ലാം കൂടുതലും. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് അത്യാവശ്യം നമ്മൾ നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പും എരിവും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മളിതൊന്ന് റെഫ്രിജറേറ്ററിൽ ഫ്രീസറിൽ നമ്മളൊരു ഹാഫ് അവർ വെക്കാം. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. A few moments later, a few minutes later, a few inches later. നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ഏകദേശം ഇപ്പം ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ അത് നല്ലപോലെ മസാലയും കാര്യങ്ങളും ഒക്കെ പിടിച്ച് നല്ല ജ്യൂസി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാനിലോട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. നിങ്ങളിപ്പം നിങ്ങളുടെ ഈ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ പീസസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇടുമ്പം എണ്ണ തെറിക്കാതെ സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് ഇതൊരു പാൻ ഫ്രൈ ആണ്, നമ്മളൊരു പാൻ ഫ്രൈ ആണ് ചെയ്യുന്നത്, അല്ലാതെ ഡീപ്പായിട്ട് നമ്മുടെ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയ്ക്കകത്ത് മുക്കി നിൽക്കുകയല്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ആ ചിക്കൻ അങ്ങോട്ട് ഇടുമ്പോൾ നമ്മുടെ ഗാർലിക്കിൻ്റെ ആ ഒരു മണമാണ്, ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു മണം ഒരു രക്ഷയില്ല. എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ലോണം ഒന്ന് എണ്ണ കൊണ്ട് ബോയിലായി കഴിയുമ്പോഴത്തേക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ നമുക്കിത് ഓവറായിട്ട് കരിയാനും പാടില്ല. ഇത് നമ്മളൊരു ക്രിസ്പി അല്ല, അത്യാവശ്യം ഒരു ജ്യൂസി ആയിട്ടിരിക്കുന്ന ഒരു ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം, ഓവറായിട്ട് കരിയാനും പാടില്ല. ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്ക് പാനിനകത്താണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. എന്നാൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ലൊരു മണമാണ് വരുന്നത്, ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഫ്ലേവറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെക്സിക്കൻ ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈ ഇതാ റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിനകത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ളൊരു ഫ്രൈ അല്ല, നമ്മൾ ജ്യൂസി ആയിട്ടുള്ള ഫ്രൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ സാധനം നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ തന്നെ അഭിപ്രായം പറയുന്നതായിരിക്കും. നമുക്ക് കുറച്ച് ക്യാബേജും ചില്ലിയും ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് ഇറക്കുന്ന ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയും പിന്നെ നമ്മൾ അധികം വന്നതാണ്, എടുത്തതിൻ്റെ അധികം വന്നതാണ്, അതാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്ല കാണാൻ തന്നെ ഒരു ലുക്കല്ലേ, ആ ചുമന്ന തക്കാളിയുടെ നടുക്കിൽ പച്ച കളർ ചിക്കൻ ഇരിക്കുന്നത്. അപ്പം ഗായ്സ് നമ്മളെ മെക്സിക്കൻ ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈ ആണ്. ഓക്കെ, എങ്ങനെയുണ്ട് സംഭവം? ഞാൻ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പം അത് ചൂടുണ്ട്, നാക്ക് ചെറുതായിട്ട് പൊള്ളി. നമ്മുടെ ബ്രെഡിൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. ഇച്ചിരി മയണൈസ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, ടൈം ഇല്ലാത്തതുകൊണ്ട് മയണൈസ് ഉണ്ടാക്കിയില്ല. അപ്പോൾ നമ്മൾ മയണൈസിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ തിന്നാൻ നല്ല അടിപൊളിയാണ്, ഒരു കോണ്ടിനെൻ്റൽ ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലത്തെ കിടിലൻ വീഡിയോ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ചേക്കണം. പിന്നെ അടുത്തൊരു കിടിലൻ വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ ഇറ്റ്സ് മീ അൻസു അൻസാരി സൈനിങ് ഓഫ്. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടെ അടിച്ച് പൊട്ടിക്കൂ. എൻ്റെ അമ്മേ ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ.